ഇന്ന് നേരത്തിലായിട്ടും കറിയൊന്നും തുറക്കാത്ത എന്താ? നിക്ക്, അങ്ങോട്ട് പോണ്ട. ഇന്ന് അങ്ങാടി പണിക്കാരുടെ സമര. പടച്ച തമ്പുരാനെ, കാര്യം സുയിപ്പായല്ലോ. ഇനി ചരക്കൽക്ക് ആക്കൂല, പോയിക്കോളി. പൊയ്ക്കോളി. ഇന്ന് പാണ്ഡ്യാല അകത്തേക്ക് ആരെയും വിടില്ല. അപ്പൊ നമുക്ക് പണിയെടുക്കണ്ടേ? ഇന്ന് പാണ്ഡ്യാല സമര. എന്താ വലിയ താത്ത? സൈനബ, ഇന്ന് പണിയില്ല, ബാ നമുക്ക് പോവാം. കഷ്ടായല്ലോ. എന്തേ അതിന് പോയാലും തന്നെ മടങ്ങി പോരെ, എന്ന് പണിയില്ലേ? റാലിക്കാർ പാണ്ഡ്യല അടുത്തേക്ക് ഞങ്ങളെ കടത്തുന്നില്ല, ഞങ്ങൾ ഇവിടെ പോകുന്നു. ഇനിയിപ്പോ എന്നീ സമരം എന്നാ തീരാന്ന് പടച്ചോനെ അറിയൂ. മതിയടാ മതിച്ചത്. ഓ ബാപ്പ ഇങ്ങോട്ട് വരട്ടെ, എന്ന് എന്റെ ആമതി മാറ്റി തരാം. പോകാൻ വരട്ടെ. നിക്കാനോ? ഇനി ഇന്ന് കോളേജ് ബസ് പോകും. മാറ്. ആദ്യം ഇത് കുടിക്കണം. ഓ, നിന്റെ പാല് ആർക്കും ചിലവാകത്ത് എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ. പിന്നെ ആർക്കും ചെലവാകാത്തത്. പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ദിവസവും കുടിപ്പിക്കുന്നത്? പഠിക്കാൻ പോണ ആളല്ലേ, ബുദ്ധി ഉണ്ടാവാൻ. അപ്പൊ എനിക്കിപ്പോ ബുദ്ധിയില്ലെന്നാ? കാര്യമില്ല, ആട്ടുമ്പൊരുട്ടിയ ബുദ്ധി ഉണ്ടാവും. ആര് പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞിട്ടേ നിങ്ങളിത് കുടിക്കും. ബാക്കി ബുദ്ധി നിനക്ക്. എന്തുമ്മാ? നീ എവിടെയാണ് ഇതുവരെ? ഉമ്മ, ഞാൻ പിന്നെ നീ എന്റെ അടുത്തത് അയച്ചേട്ടാതിരുന്നത്? അത് ഓ, തന്നൊരു കൂട്ടുകാരൻ, അവൻ ഉറങ്ങിയിട്ടില്ല. പോയി പിടിക്കുന്നുണ്ട് ഇക്കാക്കനെ. അല്ല, ഇത് ഞമ്മളാണ്, പ്രാവല്ല. എന്തായി നിങ്ങളെ വിളിക്കരുത്. ആര്? നിങ്ങളെ ലോയക്കാരൻ തന്നെ. കൃഷ്ണകുട്ടിയാ? കേശംകുട്ടിയെ എന്തേ? നമ്മുടെ പുള്ളിക്ക് പാണ്ഡ്യാൽ ഓട്ടം പുറത്തുണ്ട്. നീ പള്ളിയിലേക്കാണ്ട് എങ്ങോട്ടോ? നമ്മളെ പുള്ളിച്ച് പാണ്ഡ്യാലിന്റെ വോട്ട് പുറത്ത് ഇറങ്ങിയിടുമ്പോ കേശംകുട്ടിയെ ായിരുന്നു പിന്നാലെ നടന്ന് ഒന്ന് തരീന്ന് പറഞ്ഞു. സമരം വിളിയൊക്കെ കഴിഞ്ഞ് പച്ചക്കണ്ട നേർത്താ. എന്റെ മക്കൾ ആരുടെ മുമ്പിലും കൈ നീട്ടരുത്, ഇരക്കരുത്. ഞാൻ പോട്ടെ ഉമ്മ. അയ്യോ, കിട്ടിയ നമ്മള് കുടിച്ച്. നേരം വെളുത്തപ്പോ തുടങ്ങിയതാ അങ്ങാടി വിറപ്പിക്കും. അങ്ങാടി അല്ല, കച്ചവടക്കാര് വിറക്കും. ഈ സമരം കൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം അതല്ല. ചരക്കിറക്കാൻ നമ്മൾ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. കൂട്ടത്തിൽ നമ്മുടെ അസോസിയേഷൻ തീരുമാനം അറിയണ്ടേ? നമ്മുടെ അസോസിയേഷൻ പോലീസ് ഒരുപോലെ കാര്യത്തിന് കൊള്ളില്ല. ചാക്കിന് 10 പൈസയാണ് തൊഴിലാളികൾ കൂടുതൽ ചോദിക്കുന്നത്. നമുക്കതങ്ങ് കൊടുത്തേക്കാം, പ്രശ്നം തീർന്നല്ലോ. രാമേട്ടൻ വെറുതെ ഇരിക്കണം. ഇന്ന് 10 കൊടുത്താൽ നാളെ 20 ചോദിക്കും, മറ്റന്നാൾ 40 ആവും. എന്താ മിസ്റ്റർ റാവു? അത് ശരിയാണ്, പക്ഷേ എന്നാലും ഒരു വഴക്കിന് പോയാൽ അത് മോശമല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ വഴി നിങ്ങൾക്ക് ആർക്കും സമ്മതമല്ലല്ലേ? ആ വഴി വേണ്ട ഭയ, അത് ഗുൽമാലാണ്. നമുക്ക് വേറെ വഴി നോക്കാം. ഇല്ല, നിങ്ങളുടെ ആരുടെയും സഹകരണമില്ലാതെ
എന്റെ ചരക്ക് ഞാൻ ഇറക്കും. അത് തടയാൻ ഈ അങ്ങാടിയിൽ ആരെങ്കിലും ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വരട്ടെ. ഉണ്ടല്ലേ വിശ്വമലയാളി പറയുന്നു കേട്ടോ, ബമ്പന്മാരെ കൊണ്ട് ചരക്കിറപ്പിക്കുന്നു. ഞമ്മക്ക് വേഗം പോയിട്ട് ബാബുവിന് ഗോപിക്ക് വിവരം പറയാം. മോളെ ആണി, ഇവരുടെ തർക്കം കൊണ്ട് സൂയിപ്പാവുന്നു ഞമ്മളാ. വണ്ടിന്ന് ചരക്കിറക്കാതെ മടങ്ങി പോകാൻ പറ്റുമോ? ആന്റിയേട്ടന്റെ അഭിപ്രായം എന്താ? പഞ്ചായത്താവോ? ഏതായാലും ഇത് പെട്ടെന്ന് തീരൂല. പണിക്കാരും മുതലാളിമാരും രണ്ടു കൂട്ടരും വാശിയില്ല. ഇനി മോളെ കാർത്തി, എന്തോടെ നോക്കുന്നത്? ഞാൻ ആണി ആണി മൂന്നിന്റെ ലാർത്തുമേ കയറി വന്ന് കണക്കാക്കണ്ട. ചരക്ക് ഇറക്കിട്ടില്ല വീരാനിക്ക. ഓനെ ആരും അടക്കാൻ പോകുന്നില്ല. 3 ആളെ കൊന്നിട്ട് ജയിലിൽ പോയവനാ. എന്നിട്ട് നടക്കുന്നില്ലേ പോലീസുകാർക്ക് വരെ ബീരാനെ ഇവിടെ വാ. നീ ആ ചീട്ട് കളിക്കുന്ന ക്ലബിന്റെ മുകളിലോ മറ്റും പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കാല് തല്ലൊടിച്ച് ഞാൻ ഇവിടെ ഇടും. നീ ആയിവനെ ഉടക്കാക്കുന്നത്. എടാ, നിനക്ക് ഒരു ജോലിയില്ല, ഇവിടെ ഇരുന്ന പോരെ. അല്ല ഇവിടെ നിന്ന് സഹായിച്ചു കൊടുത്തൂടെ? എനിക്ക് ആരുടെ സഹായം വേണ്ട. നിർത്തി ചരക്കിറക്കാൻ വേണ്ടിട്ട് വിശ്വമലയാളി ബമ്മമാരെ കൊണ്ടുപോകുന്നത്. ഗോപി 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 ഒറ്റയ്ക്ക് പോണ്ട. ഹറാത്താബു ബാബുവിനെ വിളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്ക് അവർ ചരക്കിറക്കും. ആരോട് ചോദിച്ചിട്ടാണ് ചരക്കിറക്കുന്നത്? ആര് പറഞ്ഞിട്ടാണ് ചരക്കിറക്കുന്നത്? നീ ആരോടാ ചോദിക്കാൻ? അടുത്തതായി അങ്ങാടി തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ബാബു.
തൊഴിലാളി സഖാക്കളെ, നാട്ടുകാരെ, പെട്ടെന്ന് ഇങ്ങനൊരു യോഗം വിളിച്ചു കൂട്ടാനുള്ള കാരണം അധ്യക്ഷനായ മമ്മദ് ക നിങ്ങളോട് പറയുകയുണ്ടായി. സമാധാനപരമായി നടന്ന നമ്മുടെ സമരം ഇന്ന് മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അവിടെ നടന്ന സംഘടനത്തിന്റെ ഫലമായി നമ്മുടെ സഖാക്കൾ ചിലർ ജയിലിലും മറ്റു ചിലർ ആശുപത്രിയിലുമാണ്. സ്വാഭാവികമായും നമ്മുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന സന്ദർഭമാണിത്. ഇവിടെ നിങ്ങൾ ശാന്തത കൈവെടിയരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആത്മസംയമനം പാലിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ആയത് നമ്മുടെ ഭീരുത്വം കൊണ്ടാണെന്ന് ആരും കരുതണ്ട. ഡാഡി, ആരുടെ പ്രസംഗം? ഇവനാണ് ബാബു, സമരക്കാരുടെ നേതാവ്. ഒരു സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പോലെയോ ഫാക്ടറി തൊഴിലാളിയെ പോലെയോ പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ പ്രോവിഡന്റ് ഫണ്ടോ നമുക്കില്ല. ഈ വക പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ആവശ്യത്തിലേക്ക് തൊഴിലാളികളായ നമ്മൾ. പവർഫുൾ വോയിസ്, നല്ല കനത്ത ശബ്ദം. ആ ശബ്ദത്തിന്റെ ഖനം കുറയ്ക്കണം, അല്ലെങ്കിൽ ഈ അങ്ങാടിയിൽ കച്ചവടം ചെയ്യാൻ സാധ്യമല്ല. സിന്ധു, യെസ് ഡാഡി. നീ എവിടെ പോകുന്നു? അങ്കിളിന്റെ വീട്ടിൽ. നിന്നോട് അമ്മാവൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതിൽ കേറാൻ പാടില്ലെന്ന്? വീട്ടിലാണെങ്കിൽ 3-4 കാറുണ്ട്, നിനക്കാണെങ്കിൽ ഓടിക്കാനും അറിയാം. കാറാകുമ്പോ രസമില്ല അമ്മായി, മോട്ടോർ ബൈക്ക് ത്രില്ല്. ത്രില്ല് രവിയേട്ടനൂടെ അകത്തുണ്ട്. ആള് ഡ്യൂട്ടിക്ക് പോകുന്നതെല്ലാം കൊള്ളാം. വൈകിട്ടത്തെ പ്രോഗ്രാം ഓർമ്മയുണ്ടല്ലോ, ചേട്ടൻ വരണം. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാ. എന്റെ യൂണിഫോമിന് നിന്റെ ഡിസ്കോ ഡാൻസ് ഒന്നും ചേരില്ല. യൂണിഫോം മാറ്റിട്ട് വന്നാ മതി. ഓക്കെ ഓക്കെ. സിന്ധു വന്നതാണോ? അതെ. എത്ര പറഞ്ഞാലും അവൾ ഈ കുന്തത്തിന്റെ പുറത്ത് കേറില്ലല്ലോ. എന്റെ അച്ഛന്റെ കൂടെ വരുന്നത് ആരാണെന്ന് അറിയാമോ? നിന്റെ ഡാഡിയുടെ ശത്രുക്കൾ. ചുമട്ട് തൊഴിലാളിയുടെ നേതാവാണ് ആ ചെറുപ്പക്കാരൻ ബാബു. ബാബു ഇരിക്കൂ. വേണ്ട സർ. പിന്നെ നാളെ 2 ജാമ്യക്കാരെ കൊണ്ട് കോടതിയിൽ വന്നാൽ മതി. അത് ആഫീസിൽ കൊടുത്തേക്കും. Uncle, are you taking up this case? Yes. Don't you know this case is against my daddy? എന്റെ അനന്തരവളാ, കുടുംബകാര്യം സംസാരിച്ചതാ. അപ്പൊ നിങ്ങൾ പോക്കോളൂ, പറഞ്ഞതുപോലെ നാളെ രാവിലെ കാണും. അങ്കിൾ എന്റെ ഡാഡിക്ക് എതിരായിട്ടാണോ വാദിക്കാൻ പോകുന്നത്? അല്ല മോളെ, അനീതിക്കെതിരായിട്ടാണ് നിന്റെ അമ്മാവൻ കോടതിയിൽ വാദിക്കാൻ പോകുന്നത്. ഫോർ ജസ്റ്റിസ് എഗൻസ്റ്റ് ഇൻജസ്റ്റിസ്. അവിടെ എനിക്ക് നേരിടുന്നത് ഭാര്യയാണോ, മകനാണോ, അനന്തരവളാണോ എന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. അപ്പോ എന്റെ ഡാഡിയേക്കാൾ അങ്കിളിന് വലുത് ഈ അങ്ങാടിയിൽ അലഞ്ഞു നടക്കുന്ന വൃത്തികെട്ട മനുഷ്യരാണ് അല്ലേ? അങ്ങാടിയിൽ കഴിയുന്നവരുടെ വൃത്തികേടുകൾ അവരുടെ തൊലിപ്പുറമെ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് മാളിക മോളിൽ കഴിയുന്നവരുടെ വൃത്തികേടുകൾ അവരുടെ മനസ്സിലാണ്. നിനക്കത് കാണാൻ കഴിയില്ല കുട്ടി. എനിക്ക് കാണണ്ട അമ്മായി, ഞാൻ പോകുന്നു. അവള് വിളിക്കുന്നേ, നിങ്ങൾ ഈ കേസ് എടുക്കൂലെന്ന് പറയണം. അഡ്വക്കേറ്റ് കരുണാകരൻ ഏറ്റെടുത്തൊരു വക്കാലത്ത് ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാലും മാറ്റില്ല. അറിയാമോ നിനക്ക്?
സിന്ധു, നീ ഇത്ര വിധിയാണോ? എന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടെ? വരൂ. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ സിറ്റിയിലെ സ്പീഡ് ലിമിറ്റ് നിനക്കറിയാമല്ലോ. നീ അത് തെറ്റിച്ചിരിക്കും. അപ്പോ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണോ? അതെ, അറസ്റ്റ് ചെയ്യാൻ തന്നെ പോവുകയാണ്. എക്സ്ക്യൂസ് മീ സാർ, ഇന്ന് എനിക്ക് വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ സാർ അപ്പൊ വരും? ഞാൻ വന്നേക്കാം. ഓക്കെ, Goodbye. ബൈ. Life is just like a flower. Love is the sweetest nectar. Love me, oh baby. Love me alone. Tell me, oh baby, shall I share my life? Will you give me, babe, all that I want? Life is just like a flower. Love is the sweetest nectar. Love me, oh baby. Love me alone. Life is just like a flower. Love is the sweetest nectar. Love me, oh baby. Love me alone. Life is just like a flower. Love is the sweetest nectar. Love me, oh baby. Love me alone. Tell me, oh baby, shall I share my life? Will you give me, babe, all that I want? എന്താടി ഉമ്മാക്ക്? എന്താടി അന്റെ മോക്ക് ഇന്നെ കാണുമ്പോ ഒരു പേടി? ഇന്റെ മോള് ഓളുമ്മക്കൊന്നും ആവില്ലേ? ഓളെ പാപ്പ ഞാനാ ഈ പറയണേ? ആയിക്കോട്ടെ, പെണ്ണിനെ വിളി.
ഓ ബാപ്പാക്ക് പുന്നാരമോളെ കാണാൻ കണ്ടൊരു നേരം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഒന്നിനെ വിളിക്കടി. ഓള് കുളിക്കാൻ ഇറങ്ങിയതാ കുറവാങ്കുളത്തേക്ക്. നിങ്ങളെ കണ്ടപ്പോൾ വയ്യമ്പുറത്തി കൂടെ പോയി. പോയോ? ഓട്ടെ. ആ അതിനിടയ്ക്ക് എന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ നാളെ എന്റെ അടുത്തേക്ക് കുറച്ച് പൈസക്ക് ചെക്കനെ പറഞ്ഞയച്ചില്ലോ. ഈ എന്തേ കൊടുത്തയക്കാഞ്ഞ്? എന്റെ അടുത്ത് വേണ്ടേ? 3-4 ദിവസം പണിയൊന്നുമില്ലാതെ നമ്മളിവിടെ ഇരിക്കുക. ഇവിടെ നയിക്കാൻ ഞാൻ ഒരുത്തിയല്ലേ ഉള്ളൂ. നിനക്ക് എന്റെ പ്രാരാബ്ദമൊന്നും കേൾക്കണ്ട. അതിന്റെ അടുത്ത് പണമുണ്ടോ? ഒരു 50 റുപ്യ. മുത്തു നബിയാണ്. ഞമ്മളത്തിൽ ഒറ്റ പൈസ ഇല്ല. അല്ല നിങ്ങളെന്താ കാണിക്കണേ? അന്റെ അടുത്താണെ പൈസ ഇല്ല. എനിക്കാണെങ്കിൽ ഉടനെ കുറച്ച് കാശും ചെറുക്കുണ്ട്. ഇറച്ചിക്കാരന് കൊടുത്താൽ ഏത് കണ്ണോട്ടിന് 50 റുപ്യന്റെ കാര്യം. അല്ല നിങ്ങളത് കൊണ്ടുപോകരുത്. ഉടനെ ഇല്ല ഞമ്മള് ഇല്ല. അതീസാണെങ്കിൽ സ്വഭാവം ഇവിടെ വേണ്ട, ഞാനിത് വീട്ടിൽ. ഗുഡ്. ഒരു തൊഴിലാളി പ്രവർത്തകൻ മദ്യപിക്കുന്നത് ശരിയല്ല. പക്ഷേ എനിക്കിത് കൂടാതെ വയ്യ. എന്റെ രോഗത്തിന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്നാണ്. ഓ ഓ സ്വന്തം നിലയിൽ ബാബുവിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. എന്റെ കഴിവിനൊത്ത് ഞാൻ സഹായിക്കും. പകരം ഈ കാര്യത്തിൽ ബാബുവിന്റെ സഹായം എനിക്ക് വേണം. എന്ത് സഹായമാണ്? അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം. വേണ്ട. ഈ സമരം തുടങ്ങി വെച്ചതും നയിക്കുന്നതും ബാബുവാണ്. അപ്പോൾ അത് അവസാനിപ്പിക്കാനുള്ള വഴി കണ്ടെത്താനും ബാബുവിന് പ്രയാസമുണ്ടാവില്ല. എന്തു പറയുന്നു? ന്യായമായ ഒരു ഒത്തുതീർപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. തീരുമാനിച്ചുറപ്പിക്കുകയാണ് വേണ്ടത്. ഇതാ. എന്താ ഇത്? തുറന്നു നോക്കൂ. പ്രതിഫലമായി തരുന്നതല്ല, ബാബുവിന് എന്റെ ഒരു സമ്മാനം. നാളെ സമരം പിൻവലിച്ചാൽ ഇത്രയും കൂടി. മുതലാളി, എന്താ പോരെ? ഈ അങ്ങാടിയിലെ ഏറ്റവും വലിയ മൊത്തക്കച്ചവടക്കാരനാണ് നിങ്ങൾ. കൂട്ടത്തിൽ എന്നെപ്പോലുള്ള പാവങ്ങളുടെ മനസ്സാക്ഷിയുടെ വിലയ്ക്ക് വാങ്ങരുത്. അതൊരു കച്ചവടച്ചരക്കല്ല. ബാബു, ആ പേരിൽ അങ്ങാടിയിലെ മുഴുവൻ തൊഴിലാളികളെയും പ്രതിനിധീകരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ. എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ കേൾക്കും മുതലാളി. ഇന്നല്ലെങ്കിൽ നാളെ. അതുവരെ ഈ തെരുവിലെ സമരം ഞങ്ങൾ തുടരുകയും ചെയ്യും. പട്ടിണി കിടന്ന് മരിച്ചാലും നിങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങിത്തരില്ല. നിങ്ങളുടെ പണത്തിനും പ്രതാപത്തിനും ഞങ്ങളെ തോൽപ്പിക്കാനും കഴിയില്ല. നമുക്ക് കാണാം. കാണാം. ഡാഡി, ജയിക്കാൻ കഴിയാത്തിടത്ത് തോൽക്കാതിരിക്കുന്നതാണ് ഭേദം. ആര് തോൽക്കുന്ന കാര്യമാണ് നീ പറഞ്ഞു വരുന്നത്? സമരം ഇതേ നിലയിൽ തുടർന്നാൽ ഡാഡിയെ മാറ്റി നിർത്തി മറ്റുള്ള കച്ചവടക്കാർ തൊഴിലാളികൾക്ക് വഴങ്ങും. ഡാഡി ഒറ്റപ്പെടും. അതിനു മുൻപ് നമുക്കിത് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? നീ എന്നെ ഉപദേശിക്കാണ്. പുറത്തെങ്ങനെ സംസാരം നടക്കുന്ന കാര്യം അറിയിച്ചതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒച്ച വെച്ച് ഇറങ്ങിപ്പോയവന് ഞാൻ തോറ്റു കൊടുക്കണമെന്നാണോ നീ പറയുന്നത്? അല്ല, അവനെ എനിക്ക് വിട്ടുതരൂ. ഈ തുകയുടെ പകുതി കൊണ്ട് ഞാൻ അവനെ തോൽപ്പിക്കാം. പകരം ഈ സമരത്തിൽ അങ്ങാടി തൊഴിലാളികൾ ജയിക്കട്ടെ. ആന്റിയോടെ പോയി? പുറത്തേക്ക് പോയതാ. കള്ള് ഷാപ്പിൽ കാണും.
പോലീസുകാർ പിടിച്ചോണ്ട് പോയി തല്ലിയോ? ഓ ആന്നും പറയണ്ട എന്റെ പൊന്ന് കാർത്തി, അവരെന്നെ ഒരുപാട് തല്ലി. പുറത്തും നെഞ്ചത്തും വയറ്റത്തും ഒക്കെ തല്ലി. ഇനി എന്റെ ശരീരം കൊണ്ട് ഒന്നും വയ്യേ. അതിന് നീ എന്തിനാടി കരയുന്നത്? വെറുതെ ആവശ്യമില്ലാതെ അടിപിടിക്ക് പോയിട്ടല്ലേ പോലീസുകാർ പിടിച്ചോണ്ട് തല്ലിയത്. എടി പെണ്ണെ, എന്നെ അവരാരും ഒന്നും ചെയ്തില്ല. സത്യം. ലോക്കപ്പിൽ കിടക്കുമ്പോ പകൽ നേരത്ത് അവരെനിക്ക് പാലും പഴവും തന്നു, രാത്രി നെയ്ച്ചോറ്. എനിക്ക് കേൾക്കണ്ട നെയ്ച്ചോറ്. കൂട്ടത്തിൽ നാട്ടുകാരൻ എനിക്ക് തന്നത് കണ്ടല്ലോ. ആരിത്? ഗോപിയോ? നിങ്ങളുടെ സമരമൊക്കെ തീർന്നു അല്ലേ? പോലീസുകാര് നിന്നെ വെറുതെ അതോ? കേസ് രാജേ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. എന്തിനാടി അവൻ ഈ നേരത്ത് ഇവിടെ വന്നത്? വെറുതെ. നീ ഒരു പ്രായം തികഞ്ഞ പെണ്ണാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. അതന്നെ. നമ്മളുണ്ട്. എത്രക്ക്? ₹1 പുറത്ത്. 5 കുറഞ്ഞ് കിട്ടില്ല. എന്നാ ₹5 പുറത്ത് 4 കടം. എന്റെ മുത്തപ്പി വണ്ടി മനെ ഒഴിവാക്കി. അകത്ത് 100. ചോട്. ഗോപിരി, പൈസ ഇല്ലെങ്കിൽ നമ്മൾ കടം തരാം. ധീരൻക, കളി തോറ്റ പൈസ കളി നേടാൻ ഗോപിക്കറിയാം. നിങ്ങളുടെ ഓശാരം എനിക്ക് വേണ്ട. അതൊക്കെ വേണ്ടി ഓശാരം വേണ്ടെന്ന് ഞമ്മക്കറിയാം. നീ നേതാവല്ലേ, നാട്ടുകാരെ കയ്യിൽ നിന്ന് വെച്ച് കാശും കാണുമല്ലോ. വെട്ട് പോലെ വെട്ട്. ഈ ചമ്മന്തിയും കൂട്ടി നീ അത് മുഴുവനും അടി. ഇത് കൊള്ളാമല്ലോ, ചായയിലെ ഉണക്കച്ചെമ്പിനും ചേർത്ത് പൊടിച്ചാടാ. ബാബു, സംഘത്തിൽ നസൂറിനൊരു പടം കളിക്കുന്നു.
തള്ളേ എന്തൊരു അടിപൊളി എന്നറിയാവോ? ഞാൻ കണ്ടു. അതെങ്ങനെ നിനക്കാണ് ടിക്കറ്റ് കിട്ടി? അകത്ത് കയറി കണ്ടില്ല, പുറത്ത് ടിക്കറ്റ് ക്യൂ നിൽക്കുന്നില്ലേ, അവരുടെ അങ്ങനെയാണേല് നമുക്ക് നാളെ പടത്തിന് പോവാം. സെക്കൻഡ് ഷോ ഞാൻ വരുന്നില്ല. നീ ഇങ്ങനെയായാലോ ബാബു? നിനക്കാണെങ്കിൽ ചീട്ടുകളിയില്ല, പെണ്ണില്ല, കള്ളും കഞ്ചാവും പോയിട്ടൊരു ബീഡി പോലും നീ വലിക്കാറില്ല. ഇടയ്ക്കൊരു സിനിമയെങ്കിലും കണ്ടൂടെ? മനുഷ്യനായ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ? വേണം, പക്ഷെ അധികമാകരുത്. ഞാൻ പറഞ്ഞു വരുന്നത് നിന്റെ ചീട്ടുകളെ കുറിച്ചാണ്. തുടങ്ങി എന്ത് പറഞ്ഞാലും അവസാനം ചെന്നെത്തുന്ന എന്റെ ചീട്ടുകളിയിലാണ്. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. കളിച്ചു തോക്കുന്നതിൽ നിനക്ക് സങ്കടമില്ലല്ലോ. അത് നീ ഉണ്ണാതെ പോകുന്നതിന് ഉണ്ണ. അപ്പോഴേ ഈ സമരസമിതി യോഗം വേഗം ഒന്ന് വിളിച്ചു കൂട്ടണം. നീ ആ കണക്കൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചേക്കണേ. അത് നീ അന്വേഷിക്കുന്ന എന്തിന്? യോഗത്തിൽ അവതരിച്ചാ പോരെ? മതി എങ്കിൽ ഉടനെ വേണം. നോക്കിക്കോളാം. ഇതാണ് കൊച്ചുപോയാലി ബിജു. കാര്യങ്ങളെല്ലാം തീരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. എല്ലാം രഹസ്യമായിരിക്കണം. എങ്കിൽ പറയണം, ആരാണ് നിന്നെ അയച്ചത്? കൊച്ചു മുതലാളി. ബാബു ബാബു
നേരം വൈകും. ഇയാൾ ആശുപത്രി കൊണ്ടുപോകാൻ ഒന്ന് സഹായിക്കണം സാർ. ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് വിളിച്ചോ. പോകാൻ ചേട്ടാ. ചേട്ടാ ചേട്ടൻ എന്താണ് ഈ കാണിക്കുന്നത്? ഇയാളെ ആശുപത്രി കൊണ്ടുപോകണം. ബിന്ദു, ബിന്ദു, ബാബു എന്താ പറ്റി? പറയാം. നിങ്ങളുടെ ആ ജാക്കി എവിടെ? ജാക്കി ഡിക്കിയിലുണ്ട്. ഡിക്കിയിൽ വെക്കുന്ന ജാക്കിയല്ല. നേരത്തെ ബാബുവിനെതിരെ അയച്ചില്ലേ ഒരു ജാക്കിയെ? എനിക്ക് അവനെയാണ് വേണ്ടത്. ഇറങ്ങാൻ പുറത്ത്, ഇറങ്ങാൻ, ഇറങ്ങാൻ പുറത്ത്. നീ എന്തിനോട് വന്നു? മാറൻ, മാറൻ. ഇല്ല, ഇവരെ യാത്ര അയച്ചിട്ടേ ഞാൻ പോകും. അത് ഞാൻ സമ്മതിക്കില്ല. നിന്നെ പരിക്കേൽപ്പിച്ചോളെ ഞാൻ വെറുതെ വിടില്ല. അടിച്ചു പൊളിക്കുന്നതല്ല. എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ പറയുന്നു, തിരിഞ്ഞു പോകൂ. തിരിഞ്ഞു പോകാൻ. ബിജു, വാട്ട് ഹാപ്പൻഡ്? ബിജു എന്തുണ്ടായി? I don't know what these beggars are doing. What did you say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. Sorry, sir. ബിജു പോയിക്കോളൂ. നീ തന്നെ ബാപ്പനോട് പറഞ്ഞ എന്നെ കൊണ്ട് കഴിയൂല. എന്താണ് എന്താണ് മോനെ അനീഫ? അനീഫക്ക് നീ തന്നോട് പറഞ്ഞു കൊടുക്കടാ. കോളേജിൽ പണം അടിക്കണം അപ്പ. പുസ്തകത്തിനാ. ആ അടയ്ക്കാം. 2 ദിവസം കൂടെ കഴിയട്ടെ. നാളെയാണ് അവസാനത്തെ അവധി. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പെട്ടെന്ന് പറയേ. ഓൻ എത്ര ദിവസം നിങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട്? ഞാൻ അന്നേ പറഞ്ഞതാണ് അവനെ കൊണ്ട് കയ്യാത്ത പണിക്ക് പോണ്ടാന്ന്. അന്നന്ന് നയിച്ച് കഴിയണ ഒരു കുട്ടികളെ മേലോട്ട് പഠിപ്പിക്കാൻ നിൽക്കരുത്. ആന തുമ്പിനടുത്ത് മൊയില് തുമ്മിയാലോ. നീ നിന്റെ നാ പഠിപ്പിക്കോ? ഓന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് കുളൂസ് പറഞ്ഞാ പോരാ. കുട്ടികൾക്ക് പഠിക്കാൻ പൈസ കൊടുക്കണം. ഓന് പഠിക്കാനുള്ള പണം ഞാൻ ഉണ്ടായിക്കൊടും. ഓ എന്നിട്ട് മോനെ ബാപ്പ കൽസായി ആക്കാൻ പോവുക. ഓൻ ആരാവുന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്താണ്ടത്? എടാ ഉള്ളത് എണീറ്റ് പോയില്ലടാ. മമ്മ, കഴിഞ്ഞ തവണ നിങ്ങൾ പണയം വെച്ച പണ്ടോ ഇവിടെ ഇരിപ്പുണ്ട്, എടുത്തിട്ടില്ല. 2 കൂടെ വേഗം എടുക്കാം. ഇവിടെ ഇരുന്നാ പലിശ കൂടും. അവസാനം ചേട്ടുവിനെ കുറ്റം പറയരുത്. ഇതിനിപ്പോ എത്ര രൂപ വേണം? 100 രൂപ. അത് ജാസ്തി. 50 രൂപ തരും. അത് പോരെ മുതലാളി.
മോന് പുസ്തകത്തിന് പണടയ്ക്കാനാണ്. നീലം, നമ്മുടെ മമ്മൂക്ക് സേട്ടിനെ കണ്ട് കുറച്ച് കാശ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. മൂപ്പരെ കാത്തു നിൽക്കുക. ശരി, ഞാൻ പോട്ടെ. ഇന്നാ ഇത് വയ്ക്കൂ. ഈ പൈസ കൊണ്ടെടുക്ക. അത്ര തിടുക്കത്തിലായിട്ടാണ്. തിടുക്ക ആർക്കല്ലാത്ത മമ്മക്ക. ഞമ്മക്കാണെങ്കിൽ പണിയും തരില്ല. നിങ്ങൾ അങ്ങാടിയിൽ മൂപ്പല്ലേ നടക്കി വിളിച്ചണ്ട. 100 10 പലിശ സേട്ടിന് കൊടുക്കും. നിങ്ങൾക്ക് 10 തീരാങ്ക് തന്നൂടെ? എന്നാ വിട്ടോളി. ബീരാൻ, നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ ഗുൽമാൽ ഉണ്ടാക്കിയാൽ ഇനി നമ്മൾ പോലീസിനെ വിളിക്കും. ബീരാൻ, കത്തിയെടുക്കണ്ട, അത് മുറിയും. നമ്മൾ പോലീസിനെ വിളിക്കില്ല. ഇപ്പോ പോകുന്നതിന് മുമ്പ് ഒരു മാമൂലൊക്കെ ഇല്ലേ? വേണ്ട കോട്ടി, 10 ഉറുപ്പില്ലേ? ഓക്കെ, നമുക്ക് മാറേ. മൂപ്പന്റെ കാശ് കൊടുക്കേ. നീ അത് വാങ്ങിക്കാൻ വന്നാണോ? ഏയ് സാറില്ല. ഫാത്തിമ 25 പൈസ എഴുതിയാ? എഴുതി. വായിക്കി. കുറിക്കാരി കല്യാണി 25 പൈസ, സൈനവത്താത്ത 50 പൈസ, ബിയാത്ത് 9 പൈസ, ലാടൻ കാർത്തി 50 പൈസ. എന്താണ് ലാടൻ കാർത്തി? നിങ്ങൾ വേണ്ടാത്ത പേരൊന്നും എഴുതണ്ട, വെറും കാർത്തിന് മതി. ഞാൻ അങ്ങനെ എഴുതു. ലാടോടിയല്ലേ അവളുടെ പണി. കാർത്തി കേക്കണ്ട. കേട്ടാൽ എനിക്കെന്താ? അപ്പൊ പണ കാർത്തിയേ ആണുങ്ങളെ പോലെ പണിയെടുക്കുന്നവളാ. നിങ്ങൾ ലാടം വെട്ടി വെട്ടി. അപ്പോഴേ എനിക്കൊരു സംശയം. നിങ്ങൾക്ക് ഒരാളല്ലേ ഉള്ളൂ? അല്ലോ 1 2 തള്ളയും കുട്ടി. കുട്ടിക്ക് അറിവില്ലല്ലോ. തള്ളയ്ക്കാണെങ്കിൽ 1 ലിറ്റർ മേൽ പാലും കിട്ടില്ല. പക്ഷേ നിന്റെ കണക്ക് പ്രകാരം ഇപ്പൊ തന്നെ 2 ലിറ്ററിന് മേലെ. അതെങ്ങനെ വെള്ളം ചേർത്തിട്ടാ? നിങ്ങൾ വേണ്ടത്ത കാര്യം പറയണ്ട കേട്ടോ. നമ്മൾ പാല് വെള്ളം ചേർക്കൂല. ചേർത്താലും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഭക്ഷണത്തിൽ മായം ചേർത്താ മയ്യത്താവുമ്പോ നീ നിരാത്തിപ്പോ. ആ മയ്യത്താവുമ്പോ അല്ലേ? നിങ്ങളെ ഇനിയുണ്ട്. ഇനിയുള്ളതൊക്കെ എനിക്കറിയാം. കജീസ് താത്തു, അവരെ മകൾ ഐഷു, അവരെ മകൻ അറാത്തബു. മദീനെ എഴുതണ്ട. അതെന്താ? നിങ്ങൾ എന്താ എന്റെ കാക്കനെ വിളിച്ച്? അറാത്തബുന്ന് അങ്ങനല്ലേ നാട്ടുകാർക്കാണ് വിളിക്കുന്നത്. നാട്ടുകാരങ്ങനെ വിളിച്ചോട്ടെ. നിങ്ങൾ എന്റെ കാക്കാൻ അങ്ങനെ വിളിക്കണ്ട. ഞാൻ അങ്ങനെ വിളിക്കില്ല. പോരെ? സത്യം ചെയ്യേ. അള്ളാഹുവാണ്, എന്റെ ഐഷുവാണ്. ഞാൻ അബുനെ അബുന്ന് വിളിക്കും. സത്യം. നീ എന്താ ഈ ഉച്ചയ്ക്ക് വിളിക്കാൻ പോകുന്നത്? പുറംകുളത്തിലെ ഇപ്പൊ ആരും ഉണ്ടാവില്ല. പോട്ടെ.
ആരെങ്കിലും എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ടടി, എന്നായാലും നീ എനിക്കുള്ളതാണ്. ഈ കണക്ക് പ്രകാരം 334 രൂപ 30 പൈസ എനിക്ക് കിട്ടാനുണ്ട്. ആ കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആരാ തരാനുള്ളതെന്ന് കൂടി ഞങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? വിശ്വാസത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. 3 പ്രാവശ്യം ഈ യോഗം മാറ്റിവെച്ചത് ഗോപിയാരണമല്ലേ? നിങ്ങൾ ശബ്ദമുണ്ടാക്കരുതെന്ന്. എന്ത് സംശയമുണ്ടെങ്കിലോ തീർത്തു തരാൻ ഗോപി ഇവിടെ ഉണ്ടല്ലോ, അവൻ പറഞ്ഞു തരും. എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത കാശാണ്. ചോദിക്കുമ്പോഴെല്ലാം കണക്ക് യോഗത്തിൽ അവതരിപ്പിക്കാമെന്ന് ഗോപി എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. പറയൂ, ആരാ തരാനുള്ള വെച്ചാൽ പറഞ്ഞു കൊടുക്കും ഗോപി, എന്നാ തീർന്നില്ലേ? ആരെങ്കിലും തരാണ്ടായിട്ട് വേണ്ടേ മൂപ്പ? പിരിച്ചെടുത്തൊക്കെ മൂപ്പര് മുങ്ങി കാണുന്നു. അച്ചടക്കമുള്ള ഒരു തൊഴിലാളി സംഘടനയുടെ പ്രവർത്തക യോഗമാണിത്. ഇവിടെ ഇരിക്കുന്നവരാരായാലും ശരി മര്യാദയായിട്ട് പെരുമാറണം. എന്നെ ആരും മര്യാദ പഠിപ്പിക്കണ്ട. എങ്കിൽ പറയും പണത്തിന്റെ കണക്ക്. എനിക്കറിയില്ല. സമരകാലത്ത് തിരിച്ചെടുത്ത കാശാണ്. ഞാൻ ഇടയ്ക്ക് ലോക്കപ്പിലായത് കാരണം എന്റെ അടുത്ത് കൃത്യമായ കണക്കൊന്നുമില്ല. എന്ന് വെച്ച് ഞാൻ അതുകൊണ്ട് ഓടിപ്പോകുമെന്ന് വിചാരിക്കരുത്. നീ ഓടിപ്പോവില്ല, നടന്നേ പോകും ചീട്ട് കളിക്കാൻ. നീ ഇവരുടെ പക്ഷത്താണല്ലേ? ശരി, ഞാൻ നിങ്ങളെ പണം തരാം. ഇന്നല്ല, നാളെ. നാളെ നിന്നെയൊക്കെ പണം ഞാൻ തരും. ഇത് കണ്ട അവൻ പോകുന്നതല്ല. നാളെ ആ പണം എനിക്ക് അവരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കണം. അതിനൊരു വഴിയും കാണുന്നില്ല. കാർത്തിനെ ഒന്ന് സഹായിക്കുമോ? ഗോപിയേട്ടാ, എന്റെ കയ്യിൽ പണമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ പറയൂ ഗോപിയേട്ടാ. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ചെയിൻ കിട്ടിയാൽ അത് വെച്ച് തൽക്കാലം പണം ഉണ്ടാക്കാം. ഗോപി, 30 കൊല്ലം കാളക്കുളമ്പിൽ ആണിയടിച്ചുണ്ടാക്കിയതാണ് ഈ പണ്ടം. ഇത് വെച്ച് കളിക്കാൻ ഞാൻ തരില്ല. ആന്റിട്ടാ, ഞാനിത് വേറൊരു കാര്യത്തിന്. ചീട്ട് കളിച്ചുണ്ടാക്കിയ കടം നീ എന്റെ മോളുടെ ചെയിൻ വെച്ച് വീട്ടണ്ട. പോ. ഗോപി, ഇന്ന് ഞാൻ എവിടേക്ക് അന്വേഷിച്ചു? എന്നെ ആരും അന്വേഷിക്കണ്ട. വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഞാൻ എവിടേക്കും വരുന്നില്ല. നീ പിണങ്ങിയോ? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? നീ എന്നെ പരിഹസിക്കണം. ഗോപി, യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിന്നെ വേദനിപ്പിച്ചതെങ്കിൽ അത് യൂണിയൻ സെക്രട്ടറി എന്ന നിലയ്ക്കാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്റെ സ്നേഹിതൻ ബാബു ആയിട്ടാണ്. വരൂ, ഞാൻ ഒന്നും കഴിച്ചില്ല, നമുക്കെല്ലാം കഴിക്കാം. എനിക്കൊന്നും വേണ്ട. നിന്റെ സ്നേഹവും എനിക്ക് ആവശ്യമില്ല. ഗോപി, നിന്നെ പോലെ പഠിപ്പും പ്രസംഗിക്കാനുള്ള കഴിവും എനിക്കില്ലായിരിക്കും. എന്നാലും നമ്മുടെ യൂണിയന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും ഘോഷയാത്ര നയിക്കാനും തല്ലുകൊള്ളാനും ജയിലിൽ പോകാനും നിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അതിന്റെ കൂലി നീ എല്ലാം കൂടെ എനിക്ക് തന്നില്ലേ? നാട്ടുകാരുടെ മുമ്പ് നീ എന്നെ കളവാക്കിയില്ലേ? മതി, ഇനി എനിക്ക് നിന്റെ കൂട്ടുകെട്ട് ആവശ്യമില്ല. ഗോപി, വിടെ. ഇല്ല. ബാബു, നിനക്ക് എന്നെ സ്വഭാവം അറിയാമല്ലോ. ഞാൻ നിന്നെ വിടില്ല. വിടാനാണ് പറഞ്ഞത്. ഇല്ല, വിടാനാണ് പറഞ്ഞത്. തിരിച്ചടിക്കാൻ എനിക്ക് ആകഞ്ഞിട്ടല്ല. ഒരു പാത്രത്തിലുണ്ട്, ഒരുമിച്ച് കഴിഞ്ഞവരാണ് നമ്മൾ. എന്റെ ഇഷ്ടം പോലെ ആയിക്കോളൂ.
നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. പൊന്നും പണ്ടും വെച്ചാൽ തന്നെ പൈസ കൊടുക്കാൻ ഇവിടെയില്ല. പിന്നെ നിങ്ങൾ വെറുതെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ തരും? ഇല്ല ബാബ, പൊക്കോ. നിങ്ങൾക്ക് പണം വേണോ? ഞാൻ തരാം. വരൂ. താഴെ ആരാ വന്നിരിക്കുന്നത്? വക്കീൽ സാറും കൊച്ചമ്മയും. പിന്നെന്താ താൻ പറയാതിരുന്നത്? ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ് ചേട്ടാ. വരണം വരണം, വാ ഇരിക്കും. ബിജുകുഞ്ഞെ, ആരാടാ ലൈറ്റ് ഇട്ടത്? ലൈറ്റ് ഓഫ് ചെയ്യടാ. ലൈറ്റ് അല്ല, നേരം വെളുത്തു മണി 8:09. അതിന്റെ വെളിച്ച. അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു അന്വേഷണമാണിത്. എന്നാൽ സ്ത്രീധനമൊന്നും കിട്ടില്ല. സ്ത്രീധനത്തിന്റെ കാര്യത്തിലല്ല, ഈ വീട്ടുകാരെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല ഞാൻ കേട്ടിട്ടുള്ളൂ. അതൊന്നും അത്ര കാര്യമാക്കാനില്ല. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വീട്ടിലുള്ളപ്പോൾ ആളുകൾ അതും ഇതുമൊക്കെ പറയും. ഈ കുട്ടിക്ക് എന്ത് പ്രായമായി? 19 കഴിഞ്ഞു. ആ, ബിജുവിന് 24 ആയല്ലോ അല്ലേ? അപ്പോ 5 വയസ്സിന്റെ വ്യത്യാസം. എന്താ കുട്ടിയുടെ നക്ഷത്രം? അറിയില്ല. ബിജുവിന്റെ ശുദ്ധജാതകമാണ്. അതെ, അവന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ഈ കല്യാണത്തിന് ബിജുവിന്റെ ജാതകവും ഇഷ്ടമൊക്കെ നോക്കേണ്ട കാര്യം എന്താ? ജ്യോതിഷത്തിൽ വിശ്വാസമില്ലെങ്കിൽ ജാതക പരിശോധന മാറ്റിവെക്കാം. പക്ഷെ അവന്റെ ഇഷ്ടം നോക്കാതെ എങ്ങനെ? അവനല്ലേ കല്യാണം കഴിക്കുന്നത്? അവനോ? ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ കല്യാണക്കാര്യത്തെ കുറിച്ചാണ്. നിങ്ങളുടെ അച്ഛൻ വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് നിങ്ങളോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ഒരു പുരുഷൻ പ്രായമായി കഴിയുമ്പോൾ മക്കളുടെ സ്നേഹത്തെക്കാൾ കൂടുതലായി ഒരു ഭാര്യയുടെ ശുശ്രൂഷയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ്. ഡാഡി വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. എന്നാൽ ഇവളെ അങ്കിളിന് അറിയില്ല. എനിക്കറിയാം. അവളെ പറ്റിയുള്ള കുറെ കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് മിസ്റ്റർ വിശ്വാസനായി സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അയാൾ അതിനെ ന്യായീകരിക്കുന്നത് മറ്റൊരു വിധത്തില്ല. മോള് പോ. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ മനസ്സ് വരുന്നില്ല അങ്കിൾ. സിന്ധു ഇവിടെ താമസിക്കട്ടെ അച്ഛാ. അതിന് നിന്റെ ശുപാർശയുടെ ആവശ്യമില്ല. ഇപ്പോൾ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. പിന്നീട് അവളെ എപ്പോൾ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും. മോളെ രവിയുടെ കൂടെ പോകും. അവളെ എപ്പോഴാ അങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്? സമയമാവുമ്പോൾ. രവിക്ക് 27 വയസ്സായി. അതെന്റെ കുറ്റം കൊണ്ടല്ല. നിന്നോട് ആര് പറഞ്ഞു അവൻ ഇത്ര നേരത്തെ പ്രസവിക്കാൻ? ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോ നോക്കിയാലും കോടതി ഭാഷയേ ഉള്ളൂ, കൊത്തും കൊളുത്തും. അതെന്റെ തൊഴിലിന്റെ സ്വഭാവമാണ്. അച്ഛന്റെ വിവാഹത്തിനിടയ്ക്ക് മകളുടെ വിവാഹക്കാര്യം പറയുന്നത് ശരിയല്ല. വിശ്വനാഥന്റെ വിവാഹവും മധുവിധും ഒക്കെ കഴിഞ്ഞു സ്വസ്ഥനായിക്കോട്ടെ. ഇത് നമുക്ക് നടത്താവുന്നതല്ലേ ഉള്ളൂ. ആ, ഇനി മധു ഇത് നടത്താത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. റാണി, ആദ്യ രാത്രി മണിയറയിലേക്ക് കടന്നു വരുന്ന നിന്റെ കയ്യിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഇതായിരുന്നില്ല, പാലായിരുന്നു. എന്നാൽ ഇതിനു മുൻപ് എന്നോടൊന്നിച്ചു കഴിഞ്ഞ പല രാത്രികളിലും നിങ്ങൾ ആവശ്യപ്പെട്ടത് വിസ്കി ആയിരുന്നില്ലേ? കഴിക്കും. റാണി, നാം തമ്മിൽ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ആരെയും അറിയിക്കരുത്. ഇനി അറിയാനും കുഴപ്പമില്ലല്ലോ, നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ? വിജു, വിജു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നു? നീയെന്നല്ല, നിങ്ങളൊന്ന് വിളിക്കൂ. ഇപ്പോൾ ഞാൻ നിന്റെ ചിറ്റമ്മയാണ്. അതിനു മുൻപ് നീ എന്റെ കാമുകിയായിരുന്നു. ഒന്ന് പതുക്കെ പറയൂ, ഡാഡി കേൾക്കണ്ട. ഡാഡിയെ എല്ലാം ഞാൻ കേൾപ്പിക്കാൻ ഒരുങ്ങിയതായിരുന്നു പലവട്ടം. എന്നാലും ഈ വിവാഹം നടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്റെ ഡാഡിയുടെ സ്വഭാവം അതാണ്. പോകൂ, എന്നെ സ്വയം കെടുത്താതെ പോകൂ. ഞാനിപ്പോൾ പോകുന്നു. എന്നാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഡാഡിയുടെ ഭാര്യയും മകന്റെ കാമുകിയായിട്ട്. അല്ല, നീ ഇനിയും കറന്നില്ലേ? വേഗം നോക്കേഷേ. ഇപ്പൊ തരാട്ടോ. എനിക്ക് അതും ഇതൊന്നും കേൾക്കണ്ട. ഞാനും ഇന്ന് നാട്ടുകാരത്തൊക്കെ തന്നെയാണ്. മരക്കാട്ട് രാജീന്റെ പാണ്ഡ്യാലയിൽ കതിയു ആദ്യമായിട്ട് പണിക്ക് പോകുമ്പോ ഇക്കിടക്കണ അബുവിനെ
പൊക്കത്ത് കെട്ടിക്കൊണ്ടാണ് പോയത്. അതിനു മുമ്പ് ആചാര്യ ഖദീജു കണ്ടിക്കണോന്നൊന്ന് ചോദിച്ചു നോക്ക്. എനിക്ക് സാറോടും ചോദിക്കട്ടെ. ഉന്നക്കാരൻ കണ്ടക്കുട്ടീനെ കുത്തിക്കൊന്ന കേസിൽ ബീരാങ്ക 3 കൊല്ലം ജയിലിൽ കിടന്നില്ലേ? ഒരു ശിക്ഷയും കഴിഞ്ഞ് വരുമ്പം ഖദീജ ഈ അബുവിനെ പെറ്റെടുക്കല്ലേ? പിന്നെ എങ്ങനെയാ അബു ബീരാങ്കന്റെ മോനാവുക? നിങ്ങളൊന്നും ഉണ്ടായിരിക്കണം കാക്കക്കൂട്ടത്തിൽ കല്ലിട്ടമാര്. ഓ, അബുവിന്റെ വാപ്പനെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു. അല്ല, നിങ്ങൾ തീരുമാനിച്ചോ നമ്മളെ ബാപ്പി ആരാണെന്ന്? എന്റെ ഉമ്മയോട് പോയി ചോദിക്കി. എല്ലാ കഥയും പറഞ്ഞ എന്റെ ഉമ്മ എന്താ ഇത് പറയാഞ്ഞു? ആ വരി, പാല് വേണ്ടവര് വന്നോളി. പാലിന് അങ്ങോട്ട് ചെല്ലിയേ. കളി കളിക്കല്ല. അന്നക്കാട്ട് ആദ്യം വന്നു ഞാനാ. എനിക്കോട്ടോളൂ ആദ്യം. പാപ്പാരാണ്, ഞാൻ ആരോടും പറയില്ല. പോയിക്കോളി. പോലീസുകാരനായ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു പോയാൽ മാനക്കേട് നിങ്ങൾക്കാണ്. കെട്ടിയവന്റെ കൂടെ ഞാനിവിടെ കഴിഞ്ഞ എങ്ങനെയാണെന്ന് നാട്ടുകാർക്കറിയാം. പോയിക്കോളി. ഇനി എന്നെ കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. ആരാ? എന്താടി വിളിച്ചാ കേക്കൂലേ? നിങ്ങൾ എന്തിനാ ഈ പാതിരാക്കം ഒന്ന് കയറിയത്? എനിക്കൊന്നും വേണ്ട. ആവശ്യക്കാരോടെ പുറത്തുണ്ട്. നീ ആ പായ എടുത്ത് ഔത്തേക്കല്ലേ? ഇല്ല, ഞാൻ പോവില്ല. നീ പോവില്ല? ഇനി നീ ആ പോലീസുകാരനെ കാട്ടി പേടിപ്പിക്കുക. ഓം നാളെ വയനാട്ടിലേക്ക് മാറ്റം പോവാ. അറിഞ്ഞ മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ടോ? ഇല്ല, ഇതുവരെ നിങ്ങളെ കൊണ്ട് അനുസരിപ്പിച്ചു. ഇനി കൊന്നാലും ഞാൻ പോവില്ല. തീർച്ചയാ നമ്മളീ അങ്ങാടിയിൽ എന്തെങ്കിലും പണിയെടുത്ത് കഴിഞ്ഞോളാം. എന്നെ വിട്ടേക്ക്. ഞാൻ ജയിലിൽ പോയ 3 കൊല്ലം എനക്ക് വിട്ടു തന്നില്ലേ? അന്ന് ഈ സമ്പാദിച്ചാലേ കിടക്കണത്. എന്റെ മോനൊന്നും ചെയ്യരുത്. മുണ്ടരുത്. മുണ്ട നമ്മൾ കൊന്നുകളി. ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യൂല. ഞാൻ പറയണത് കേക്ക്. പായ എടുത്ത് ഔത്തേക്ക് പോ. നമ്മൾ പണിക്ക് പോവും. നിങ്ങൾ ആയിഷ പറഞ്ഞു കേട്ടോ, ഇവിടെ സൈനബന്റെ കൂടെ അങ്ങാടിയിൽ അരി കയറാൻ പോകുന്നു. സൈനബന്റെ പേര് പറയണ്ട, ഞാൻ ആരെയും വിളിച്ചില്ല. ആയിഷ എന്നോട് ചോദിച്ചോ? പിന്നെ ആയിഷ എന്നോട് ചോദിക്കാണല്ലോ. പെണ്ണുങ്ങളായാലും ആണുങ്ങളെ പോലെ പണിയെടുക്കണം. അതിന് നീ പോയാ മതി. എന്റെ പെങ്ങളെ അതിന് കിട്ടൂല. ഒരാള് നടക്കുന്ന ആണുങ്ങളെ പെണ്ണുങ്ങളാക്കെ. അല്ലെങ്കിൽ എത്ര പെണ്ണുങ്ങൾ പോണിട്ട് പണിക്ക്? ഞാനും പോവും. നീ പോവാ. അതാണെന്ന് അതാണ് നമ്മക്കൊന്ന് കാണണ്ടേ. അല്ലമ്മ ഇങ്ങനെ കേൾക്കുന്നില്ലേ? ഉമ്മ കേൾക്കൂല. ഞാനൊരു പാവട തുണിച്ചേരാൻ പറയിട്ട് ഇതുവരെ ഉമ്മ കേട്ടാ? പണിക്ക് പോയാ അവനവന്റെ കാര്യം അവനവന് സാധിക്കാം. സൈനബനെ നോക്കിയേ. ഈ സൈനബനെയും മമ്മൂട്ടിക്കിനെ ഒന്നും നോക്കണ്ട. എനക്കിപ്പോ എന്താ വേണ്ടി? ഒരു പാവാടിയല്ലേ? അല്ലേ? അത് കാക്ക തുണി തരും. എന്ന് പ്രാവണി ഇറക്കിയിട്ട്. സൈനബേ, നീ വെറുതെ നമ്മൾ ചൂടാക്കണ്ട. പിന്നെ ഐഷ എന്ത് ചെയ്യാൻ പോകുന്നു? വെറുതെ വീട്ടിലിരുത്താനോ? ആരോ പറഞ്ഞ് വീട്ടിലിരുത്തുന്ന്? നമ്മളോടെ കെട്ടിച്ചയക്കാൻ പോവാ. വേണ്ടിട്ട് കാക്ക, നിങ്ങൾ നമ്മളെ മക്കാറാക്കണ്ട. അതെന്താടി? അനക്കൊരു പിയാപ്പിള വേണ്ടേ? പാവാട വേണം, മേലാട വേണം, പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്.
പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗമേൽ വരും കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗമേൽ വരും അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും ഓൻ വിളിക്കുമ്പോ പറന്ന് വരും അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും ഓൻ വിളിക്കുമ്പോ പറന്ന് വരും പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് അല്ലാനെ ഉമ്മ പൊല്ലാപ്പ് വേണ്ട 5000 കൊടുക്കാം അതിനൊപ്പം പണം അവൻ മഹറായി തന്നാൽ നിക്കാഹ് ഓടി ഓടിക്കാം ഐഷാന്റെ നിക്കാഹ് ഓടി ഓടിക്കാം അത് കഴിഞ്ഞവനുമായി സുബർക്കത്തിലിരിക്കുമ്പോ ഉമ്മാനെ മറക്കരുതേ നീ ഇക്കാനെ വെറുക്കരുതേ പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് ആ മുത്താണ് നീ ഞമ്മക്ക് سبحان الذي أسرى بيده ليلا من مسجد الحرام إلى المسجد الأقصى الذي باركنا حوله نريا من آياتنا إنه هو السميع البصير وآتينا موسى الكتاب وجعلنا هدى لبني إسرائيل أتخذ من دونه وكيلا ذريه من حملنا مع النوح إنه كان عبدا شكورا وقدنا إلى بني إسرائيل في الكتاب لنفسدن في الأرض مرة ولتعن علوا كبير فإذا جاء وعد أولهم بأسنا عليكم عبادا لنا أولي بأس شديدا فجازوا هلالا ركان وعدا مفعولا ثم رددناكم من الكرة عليهم وأمدناكم
എന്താലോചന നടക്കണേ? വണ്ടി എങ്ങനെ വന്നാലോ? ഇറങ്ങിക്കാളി. എന്താ ഹനീഫക്ക? ഞാൻ എന്തോ വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട്. ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. മരിച്ചുപോയവരെ കുറിച്ച് ദോഷം പറയുന്നില്ല. മമ്മദ് ആള് വിശ്വസ്തനായിരുന്നു. ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ മിടുക്കന്. ആ സ്ഥാനത്തേക്കാണ് ഞാനിപ്പോൾ ഗോപിയെ നിശ്ചയിക്കുന്നത്. അറിയാമല്ലോ? അറിയാം, മൂപ്പനായിട്ട്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി കേട്ടോളൂ. നമ്മുടെ ജോലിക്കാരുടെ അഭിപ്രായത്തിൽ മമ്മദിന് അപകടം പറ്റിയത് ചാക്കിന് ഭാരം കൂടിയതുകൊണ്ടാണെന്നാണ്. അതുകൊണ്ട് അത്രയും ഭാരം തലയിൽ ചുമക്കാൻ കഴിയില്ലെന്നാണ് അവർ പറയുന്നത്. ഞാനും കേട്ടു. അതെന്ത് ന്യായമാണ് ഗോപി? ചാക്ക് നിറയ്ക്കുന്നത് നമ്മളല്ലല്ലോ. ഇവിടത്തേക്ക് മാത്രം തൂക്കം കുറയ്ക്കാൻ പറഞ്ഞാൽ വലിയ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഇത്തരം ഡിമാൻഡുകൾക്കൊന്നും വഴങ്ങി കൊടുക്കാൻ നമുക്ക് കഴിയില്ല. മനസ്സിലായോ? ശരി, വയ്ക്കുള്ളൂ. എനക്ക് വേണ്ട പറ്റില്ലാത്ത കഞ്ഞി. ഉച്ചയ്ക്ക് പറഞ്ഞില്ലേ വൈകുന്നേരം ചോറ് തരാം. എനിക്ക് ചോറ് വരും. ഉമ്മ എന്തിനാ കരയുന്നത്? ഈ ഇടങ്ങാറാക്കിട്ടല്ലേ ഉമ്മാരെ? ഉമ്മ കരയണ്ട, നമുക്ക് കഞ്ഞി. ഹനീഫ, ഉമ്മാടി കൊടുക്കോ? നീ ഇന്നും കോളേജിൽ പോയില്ലല്ലേ? മുഹമ്മദ് കട ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. വാപ്പയോടൊപ്പം ആ ആഗ്രഹങ്ങൾ പോയില്ലേ? ഇല്ല നീപ്പ, യൂണിയന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കേട്ടു. നിങ്ങളുടെ നല്ല മനസ്സ് ഈ കുടുംബം എന്നും ഓർമ്മിക്കും. എന്നാൽ വാപ്പയുടെ പേരിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്നും പണം പിരിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഹനീഫ, മരണം വരെ അധ്വാനിച്ച് ജീവിച്ച തൊഴിലാളിയാണ് എന്റെ ബാപ്പ. കടം വാങ്ങിയിരിക്കാം, എന്നാൽ ആരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടില്ല, ഇരുന്നിട്ടില്ല. എനിക്കൊരു ജോലി തരൂ. ജോലി? അറിയാം, ബിരുദമുള്ളവർക്ക് പോലും കിട്ടാൻ എളുപ്പമല്ല. ഞാൻ ചോദിക്കുന്നത് എന്റെ ബാപ്പയുടെ പണിയാണ്. ബാബുട്ട് എന്നെ സഹായിക്കില്ലേ? അവന് കഴിയില്ല. ഞാനാണ് മൂപ്പൻ. ഹനീഫയ്ക്ക് ജോലി ഞാൻ തരാം. കുട്ടിക്ക് ഇഡ്ഡലി ഇഷ്ടമില്ലാന്നറിയാം. ഇവിടെ വേറൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ആരാ പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊത്ത് ഐറ്റംസ് ഉണ്ടാക്കാൻ ഇതെന്താ ഹോട്ടലോ റെസ്റ്റോറന്റോ ആണോ? ഹോട്ടലിലോ റെസ്റ്റോറന്റിലോ കയറി ഇറങ്ങിയ പരിചയം നിങ്ങളെപ്പോലെ എനിക്കില്ല. സിന്ധു, അനാവശ്യം പറയരുത്. എന്താ ഇവിടെ? എന്താ റാണി? ഞാൻ എന്ത് ചെയ്താലും അവൾക്ക് ഇഷ്ടമല്ല. തൊട്ടതിനൊക്കെ കുറ്റമാ. സാരമില്ല. വേദനിക്കുന്നില്ലേ? സാരമില്ല, 2 ദിവസം കഴിയും മാറിക്കൊള്ളൂ. ഹനീഫ, നിനക്കിവിടെ ജോലി തന്നത് ഞാനാണ്, അറിയാമല്ലോ. ഈ ബാബുവുമായി കൂട്ടുകൂടുന്നതും മനസ്സിലായില്ലേ? കല്ലായി കടപത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കര് എല്ലായി പോയതറിഞ്ഞീലേ. അത് കാമിനി ഒരുത്തിയോടുള്ള മുഖപത്തലാണെന്ന് ഉമാനിക്കൊന്നും തിരിഞ്ഞീലേ. അങ്ങനെ നമ്മളെ കല്ലായി കടപത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കര്. അല്ല, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോണത്? ഏത് കേട്ടാ വേണ്ടേ? എല്ലോടും ഞമ്മളിപ്പനില്ലേ അമീത് അമീത് അമീദ? ഏതമീത്? ഞമ്മൾ അമീത് നാക്കിന്റെ തുമ്പത്ത് വരുന്നത്. ഞമ്മൾ അമീത് അല്ലടാ, ഞമ്മൾ അമീത് പച്ച അമീത് പച്ച അതേമാതിരി വിട്ട് വേണമെങ്കിൽ അതെടുത്തിട്ട് ഇവിടെ തൂക്കിക്കോ. അപ്പോ നമ്മളെക്കാട്ടി മുമ്പ് ആരോ ഇവിടെ കുത്തിരിഞ്ഞിട്ടുണ്ടല്ലോ.
മൂട്ടയാണ് മൂട്ടയാണ്. ഓന്റെ താടിയ മൂടി എന്താ വെച്ചാൽ പഠിച്ചോട്, എന്നിട്ട് ഞാൻ തല പൊട്ടിക്കോ. അപ്പൊ കത്തറ പോയി കൂടെ വന്നപ്പോ പുറത്തേക്ക് ആടി. എന്നിട്ട് പഠിച്ചായിട്ട് പറയും അതാണ് എന്തെല്ലാം മുമ്പാഴ്ച ഉണ്ടാക്കി വെക്കണത്. അയ്യോ എന്റെ മുണ്ടേ. കണ്ട കാലത്തേക്ക് ഇങ്ങോട്ട് മാറ്റം കിട്ടിയല്ലോ. നോക്കണം പോലീസ് ഇപ്രാവശ്യം മാപ്പാക്കണം. ഇനി നമ്മൾ കേറൂല. ഞങ്ങളെ കത്തങ്ങ പറന്നു പോയിട്ടാ. അവനെ കേസാക്കരുത്. ഇത് പഴയ ഇതെന്താണ്? അല്ല ഞമ്മക്ക് കഴിക്കൂല. സൈക്കിളോ? നിങ്ങളെ സൈക്കിളാ? കൊണ്ടുപോയിക്കോ. എന്നാ കൊണ്ടുപോവാ. സ്ഥലം വീട് എന്റെ മൂവ്. എന്ത് മൂ? ആ നിന്റെ മുണ്ടല്ലേ? എന്നാ കൊണ്ടുപോവാ. അതിനാണ് എന്റെ മൂവ്. എവിടെ കൊണ്ട് നോക്കൂടാ എവിടാണെന്ന്. നിങ്ങൾ ആരെ വിളിക്കുന്നു? ഞമ്മള് പ്രാവിനെ വിളിച്ചു കേട്ടു. പ്രാവില്ല, ഉദരല്ല, ചട്ടം പുറത്തുള്ള പ്രാവ് വിളിച്ചു കേട്ടു. പ്രാവിന് തട്ടും പുറത്ത്. നമുക്ക് കളിക്കാനുള്ള സ്ഥലമല്ല. ഞമ്മക്ക് തിരിയും. പ്രാവിന്റെ തന്നെ തന്നെ ഇരിക്കും. തട്ടും പുറത്താണ്. കിടക്കാൻ പോവാ. ആ പായല് തൊഴിൽ തീ കുറഞ്ഞത്. ഇങ്ങോട്ട് ഇങ്ങോട്ട് താഴ്ത്തട്ടിയാണ് പോരാ. അവ എവിടെ നമ്മുടെ ഗോപിയല്ലേ? അതാ ഓൻ ആള് മുപ്പതല്ലോ. അവിടെ വരി. താഹൽ ഇരിക്കെ. ഹൂമോ രേ. മൂപ്പരപ്പുറമുള്ള പിയാപ്പള്ളം കിട്ടുന്നത് ഭാഗ്യനടി. എന്റെ മുഖം അങ്ങനത്തെ ഭാഗ്യം വേണ്ട. ഈ കല്യാണം കഴിഞ്ഞാല് പണിയും തുറയില്ലാതെ നടക്കുന്ന എന്റെ മോനെ അയാൾ ദുബൈയിലോ കുഴിയത്തിലോ കൊണ്ടുപോവുകയും ചെയ്യും. അനക്കം നോക്കും കഴിഞ്ഞുള്ള ഭയം കിട്ടും. എന്റെ മോള് തൂക്കത്തിന് പൊന്നിനാലും ഇങ്ങനത്തെ പുയ്യാപ്പണം നമുക്ക് വേണ്ട. ഞാൻ സമ്മതിക്കില്ല. ഈ സമ്മതിക്കല്ലേ? വേണ്ട, നമ്മൾ നമുക്ക് വേണ്ട. ആരും വേണ്ട. അത് നോക്കി ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് നോക്കണേ? വേണ്ട. നമ്മൾ പോണേ. ഇതിന്റെ ബാക്കി ചോദിക്കാൻ നമ്മൾ വരും. നമ്മൾ പോവാ. വരി. ദാഹൻ ഉമ്മ ഇങ്ങനെയാണ് ഉമ്മ പാപ്പാര്. ആരായിഷ്യോ, നിനക്കിന്നൊരു പുതിയാപ്പിള വന്ന് കേട്ടല്ലോ. വലിയ ഷെയ്ക്കാണെന്ന് കേട്ട്. കല്യാണം കഴിഞ്ഞാലേ മൂപ്പരോട് പറഞ്ഞ് ദുബായിലേക്ക് എനിക്കൊരു NOC മേടിച്ചു തരണം. ഹനീഫക്ക, ആ, അതിന് നീ ഇവിടെ ഉണ്ടാവില്ലല്ലോ.
മൂപ്പരുടെ കൂട്ടത്തിൽ വിമാനത്തിൽ കയറി പറന്നു പോയില്ലേ ആകാശത്തിലേക്ക്? നിങ്ങൾ എന്നെ മക്കാറാക്കാണോ? എന്നാ ഞാൻ പോകുന്ന ആകാശത്തേക്കല്ല, റെയിലുമേലേക്കാ. എന്റെ ഉടല് നിങ്ങൾക്ക് അവിടെ കാണാം. ഐഷ, ഞാൻ തമാശ പറഞ്ഞതല്ലേ. ഐഷ, നിന്നെ ആരും കൊണ്ടുപോയില്ല. ഞാൻ എന്നെ സമ്മതിക്കില്ല. ഹനീഫക്ക, ആസ്വാദക ഹൃദയങ്ങളിൽ വ്യത്യസ്ത ഗാനോപഹാരങ്ങളുടെ തേന്മഴ പെയ്യിച്ച മില്ലേനിയം ഓഡിയോസ് നിങ്ങളുടെ ഹൃദയങ്ങളിലെ മൃദുല നൊമ്പരങ്ങളെ തൊട്ടുണർത്തുന്ന ഒരുപിടി മലയാള ഗസലുകളുമായി വീണ്ടും നിങ്ങളിലേക്ക്. സജനി 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 ഇനിവേ. കാലത്തിന്റെ കുത്തൊഴുക്കിലും മായാത്ത പ്രണയത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹൃദയതന്ത്രികളെ തൊട്ടുണർത്തുന്ന മധുരമനോഹര ഗാനങ്ങൾ. മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടി. മില്ലേനിയം ഓഡിയോസിലൂടെ ലോകമെങ്ങും വിപണിയിൽ. ഒരു മഴയൊരുമിച്ചു നനയാൻ വിളിച്ചപ്പോൾ പെരുമഴമിഴികളിൽ പെയ്തതല്ലേ. ഒരു